ഹായ്, നമസ്കാരം. ഭ ഭ ഭ ഭയം, ഭക്തി, ബഹുമാനം. സിനിമ കണ്ടതിന് ശേഷവും ഈ പേരും സിനിമയായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഒരുപക്ഷെ എനിക്ക് മനസ്സിലാകാതെ പോയതാണെന്ന് തോന്നുന്നു. ഇനി സിനിമയിലേക്ക് വന്നാൽ പുതിയ ആൾക്കാരാണ് ഇതിൻ്റെ അണിയറയിൽ മെയിനായി പ്രവർത്തിച്ചിട്ടുള്ളത്. ധനഞ്ജയ് ശങ്കർ ആണ് ഇതിൻ്റെ ഡയറക്ടർ, ഒരു പുതുമുഖ ഡയറക്ടറാണ്. പിന്നെ ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അതിൽ ഫാഹിം സഫർ മധുരം എന്ന സിനിമയുടെ കോ റൈറ്ററായിരുന്നു. ഇനി എഡിറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രഞ്ജൻ അബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി നീറ്റായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. സോങ്സിലേക്ക് വന്നാൽ ഷാൻ റഹ്മാനാണ്. ആദ്യം തന്നെ പുറത്തു വന്ന അഴിഞ്ഞാട്ടം എന്ന സോങ് അല്ലാതെ പിന്നെ ഒരു 2 വരി മെലഡി പോലത്തെ ഒരു പാട്ട് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷാൻ റഹ്മാൻ്റെ പെർഫോമൻസ് അധികം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. ഈ സിനിമയുടെ ത്രൂ ഔട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ലൗഡാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗോപി സുന്ദറും തൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇനി ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമ ഒരു ഷോ പടമാണ്, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പടമാണ്. ഇതിൻ്റെ കഥ ഞാൻ 10 സെക്കൻഡിൽ താഴെ പറയാം. ഈ കഥ പറഞ്ഞുകൊണ്ട് അതൊരു സ്പോയിലറൊന്നും ആവുന്നില്ല, കാരണം ഇത് ആർക്കും അറിയാത്ത കഥയല്ല. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമുക്ക് സിനിമയിൽ നിന്നും മനസ്സിലാവുന്ന കഥയുമാണ്. അതായത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് നിന്നും മുഖ്യമന്ത്രിയെ നായകൻ തട്ടിക്കൊണ്ടുപോകുന്നു. ഒബ്വിയസ്ലി നായകന് ഈ മുഖ്യമന്ത്രിയുമായിട്ടൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു റിവെഞ്ച് ചെയ്യേണ്ട ഹിസ്റ്ററി. ആ റിവെഞ്ച് സിനിമയുടെ അവസാനം ചെയ്യുന്നു. അതോടെ കഥ കഴിയുന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പഴയ ബോംബ് കഥ തന്നെ. ഈ ഒരു കഥയിലേക്ക് ക്യാരക്ടേഴ്സിനെ കയറ്റി വിട്ടേക്കുന്ന ആ രീതിയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. ഈ സിനിമയിൽ ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്, വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്യുന്നവർ. ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇവരെ ഒഴിച്ചു നിർത്തിയാൽ കുറേ അധികം കഥാപാത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും അവരുടെ സ്പേസിൽ നല്ലോണം പെർഫോം ചെയ്തിരിക്കുന്നു. അവർക്ക് ആവശ്യമായ സ്പേസും ലഭിച്ചിട്ടുണ്ട്. സാൻഡി, നമ്മുടെ ലോകയിലെ വില്ലൻ സന്തോഷ് കുമാർ, ബാലു വർഗീസ്, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിൻ കിങ്സ്ലി, അശോകൻ, മണിയമ്പിള്ള രാജു, ദേവൻ, റിയാസ് ഖാൻ, സലിം കുമാർ, അങ്ങനെ കുറേ അധികം ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഒരു കോമഡി ലൈനിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ആരും അത്ര സീരിയസ് ക്യാരക്ടേഴ്സ് അല്ല ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു കോമഡി എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ആകെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്. അതും അത്ര പ്രധാനപ്പെട്ടതല്ല. ഒന്ന് മുഖ്യമന്ത്രി ആയി അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയാണ്, അതിന് വലിയ പ്രാധാന്യമുള്ള ക്യാരക്ടറല്ല. രണ്ടാമത്തത് ശരണ്യാണ്, ശരണ്യ പൊന്മണ്ണൻ. അവരവരുടെ വേഷം നന്നായി ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ നല്ല കിടിലൻ 1-2 മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കുറച്ച് മുന്നോട്ട് പോകുന്നതോടെ അവരെയും കാണാതായി. നായിക എന്നൊരു കോൺസെപ്റ്റ് ഈ സിനിമയ്ക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്ത ഒരു സിനിമയായിട്ട് തന്നെ ഇതിനെ പറയാം. ഇനി പ്രധാന കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ഒബ്വിയസ്ലി ദിലീപ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. ദിലീപ് ഒരു ആക്ഷൻ കോമഡി ട്രാക്കിൽ ഉള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം അത്യാവശ്യം നന്നായി ചെയ്ത് ഫലിപ്പിച്ചു തന്നെയുണ്ട്. പക്ഷേ ഒരിക്കലും പഴയ ഒരു ദിലീപിനെ പ്രതീക്ഷിച്ച് ഈ സിനിമയിലേക്ക് പോയാൽ നിരാശപ്പെടും. ആ ഒരു പഴയ കാലത്ത് നമ്മൾ കണ്ട ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല. കുറച്ചും കൂടെ സ്റ്റിഫായിട്ടുള്ള, കുറച്ചും കൂടെ ഹീറോയിക് ആയിട്ട്, അതേസമയം കോമഡി ഉള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ വന്നിട്ട് ഒരു ഫാനിന് വേണ്ടിയുള്ള ഷോ ആണ് നടത്തിയിട്ടുള്ളത്. തീരെ ചെറിയ ക്യാരക്ടറല്ല, ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയാം. പിന്നെ വിനീത് ശ്രീനിവാസനാണ് ഇതിനകത്തെ പ്രധാന വില്ലൻ. ധ്യാൻ ശ്രീനിവാസൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ബൈജു ഒരു പ്രധാന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ആക്ടേഴ്സ്, ആ ആക്ടേഴ്സ് എല്ലാം ഈ ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് പിടിപ്പിച്ച് വെച്ചേക്കുവാണ്, അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതിലെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടർ എടുത്ത് കളഞ്ഞാലും ഈ സിനിമയുടെ കഥയെ കാര്യമായി ബാധിക്കില്ല. പക്ഷേ ഈ സിനിമയിലെ ബാക്കി ക്യാരക്ടേഴ്സ് മാത്രമല്ല, മെയിൻ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഒരുതരം സ്പൂഫ് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. അതായത് അവരുടെ കഴിഞ്ഞകാല സിനിമകളിൽ ധ്യാനെ പോലുള്ളവർ റിയൽ ലൈഫിൽ നിന്ന് പോലും സ്പൂഫ് ചെയ്തിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ സിമ്പിൾ, ഏറ്റവും വ്യക്തമായ ഉദാഹരണം പറഞ്ഞാൽ, മോഹൻലാൽ നമ്മൾ ദശരഥത്തിൽ കാണുന്ന കൈകൾ അഭിനയിക്കുമെന്ന് പറയുന്നില്ല, സുകുമാരിയുടെ തോളത്ത് കൈവയ്ക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന ആ സീൻ വരെ ഇവിടെ സ്പൂഫായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലോഡ് സ്പൂഫ്. സലിംകുമാർ വരുന്ന ഒരു സ്പൂഫ് ക്യാരക്ടറായിട്ട് തന്നെയാണ്. പക്ഷേ ഈ സ്പൂഫിംഗ് എല്ലാം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് സ്പൂഫിങ്ങുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അത് കാഴ്ചയെ, ആസ്വാദനത്തെ ബാധിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന രീതിയിൽ തോന്നിയിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് തമിഴ് ആക്ടറായ റെഡിൻ കിങ്സ്ലിയാണ്.
അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്തിനു വന്നു, എങ്ങനെ പോയി, അതിലൊരു അർത്ഥവുമില്ല. പിന്നെ ഗോകുലം ഗോപാലൻ, അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും, ഒരുപക്ഷെ പ്രൊഡ്യൂസർ ആകുമ്പോൾ അഭിനയിക്കാമല്ലോ. ഇനി ഈ സിനിമ ആരെ ഉദ്ദേശിച്ച് ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇത് ഫാൻസിനെ ഉദ്ദേശിച്ചുള്ള സിനിമയാണ്. ഇത് മോഹൻലാലിൻ്റെ ഫാൻസിനുള്ളതാണ്, ദിലീപിൻ്റെ ഫാൻസിനുള്ളതാണ്, ഒരുപക്ഷെ വിനീത് ശ്രീനിവാസൻ്റെ പോലും ഫാൻസിനുള്ളതാണ്. ഫാൻസിന് വേണ്ടിയാണ് ഈ സിനിമയിൽ അവർ പെർഫോം ചെയ്യുന്നത്. തീർച്ചയായും തിയേറ്ററിലുണ്ടായിരുന്ന യങ്സ്റ്റേഴ്സ്, ഫാൻസ് എല്ലാം ഇത് കൂകി വിളിച്ച് ആഘോഷിച്ച് ചിരിച്ചു മറിഞ്ഞ് തന്നെയാണ് കണ്ടത്. വെച്ചാൽ ഫാമിലിക്ക് കാണാൻ പറ്റാത്ത സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ല. ഫാമിലിക്ക് കാണാൻ പറ്റാത്ത, കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത, കാര്യമായിട്ട് രക്തച്ചൊരിച്ചിലോ അങ്ങനെയൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ. സോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫാൻ മൈൻഡുള്ള ആൾക്കാരായിരിക്കും. ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ദിലീപിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അത് സിനിമയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ദവാട്ടി ഫെയിൽ ആവാതെ ആ രീതിയിലൊരു ഡയലോഗ് ഉണ്ട്, ഇത്തവണ നമ്മൾ പരാജയപ്പെടില്ല, അല്ലെങ്കിൽ ഐ എം കമ്മിങ് ബാക്ക് എന്നുള്ള രീതിയിലുള്ള കുറേ ഡയലോഗുകൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ആ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ദിലീപ്, മോഹൻലാൽ അല്ലെങ്കിൽ ഇൻ ജനറൽ ആഘോഷ പടങ്ങളുടെ ലൗഡായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകളുടെ ഫാനാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമ ചെറിയ സ്ക്രീനിലേക്ക്, ടി വിയിലേക്കോ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ ആ ഒരു ആംബിയൻസ് നഷ്ടപ്പെടും, നിങ്ങൾക്ക് സിനിമ ഒന്നും അല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഉദ്ദേശിക്കുന്ന ഒരു ഫീല് ലഭിക്കുകയുള്ളൂ.